ഹലോ, നല്ല ശുദ്ധവെള്ളം കുടിച്ച് എങ്ങനെ നല്ല ആരോഗ്യം നമുക്ക് കൈവരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഏറ്റവും ശുദ്ധമായ വെള്ളം നമുക്കറിയാം മഴവെള്ളം പോലത്തെ. കൂടാതെ പല തടാകങ്ങളും നല്ല ആൽക്കലൈൻ വെള്ളം ഉള്ള നല്ല കിണറുകൾ, നല്ല കുളങ്ങൾ കാണാനായിട്ട് സാധിക്കും. കോർപ്പറേഷൻ ഏരിയയിലോട്ട് വരുമ്പോൾ അത് ക്ലോറിൻ ഇട്ട് അത് ശുദ്ധീകരിച്ച ഉള്ള വെള്ളമാണ് നമുക്ക് കൂടുതലും നമുക്ക് ലഭിക്കുന്നത്. ക്ലോറിന്റെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള അവയവങ്ങളായ ലിവർ ദോഷകരമായി ബാധിക്കാറുണ്ട്. കൂടാതെ മൂന്നാമതൊരു രീതിയാണ് നമ്മൾ നല്ല കുടിവെള്ളമായി നമ്മൾ തിളപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പല ബാക്ടീരിയാസും അതിൽ നിന്നും നഷ്ടമാകുന്നു. മാഗ്നീഷ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങൾ വരെ അതിൽ നിന്ന് നഷ്ടപ്പെടുന്നു. തിളപ്പിക്കുമ്പോൾ അത് നമുക്ക് ശരീരത്തിൽ ഡെഡ് വാട്ടറാണ് നമ്മൾ പലപ്പോഴും കുടിക്കുന്നത്. ഇളം ചൂടുവെള്ളം നമ്മുടെ ശരീരത്തിന് നല്ലതാണെങ്കിലും കൂടുതൽ തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. എങ്ങനെ തിളപ്പിക്കാതെ എങ്ങനെയാണ് നമുക്ക് നല്ല വെള്ളം കണ്ടെത്താനായിട്ട് ഇനി ഉള്ള വഴി, നാലാമത്തെ ഒരു വഴിയുള്ളത് ഫിൽട്രേഷൻ ചെയ്തിട്ട് നമുക്ക് അറിയാം. പലരും അതേ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവും. 6 വർഷത്തോളമായി ഞാനിപ്പോൾ അതേ രീതിയിൽ തിളപ്പിക്കാതെ എങ്ങനെ നമുക്ക് വെള്ളം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതായത് അൾട്രാ ഫിൽട്രേഷൻ ചെയ്ത് അൾട്രാ വയലറ്റ് രശ്മികൾ കടത്തിവിട്ടിട്ടുള്ള വെള്ളം കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. 1 ലിറ്ററിൻ്റെ ഒക്കെ ബോട്ടിലുകൾ വാങ്ങിയാൽ അതിന്മേൽ UV ട്രീറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ എന്നും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അൾട്രാ വയലറ്റ് രശ്മികൾ കടത്തിവിട്ടിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ഈ അൾട്രാ വയലറ്റ് രശ്മികൾ കടത്തിവിടുമ്പോൾ 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയി തിളപ്പിക്കുന്ന വെള്ളത്തിന് തുല്യമായിട്ടുള്ള വെള്ളമാണ് ഈ അൾട്രാ വയലറ്റ് രശ്മികൾ കടത്തിവിട്ടിട്ടുള്ള വെള്ളം. UV രശ്മികൾ കടത്തിവിടുമ്പോൾ സംഭവിക്കുന്നത് കോളിഫോം ബാക്ടീരിയ ഒക്കെ അതിൽ നിന്ന് നശിച്ചു പോകും. ഏത് വെള്ളം എടുത്താലും അതിൽ ഈ കോളി ബാക്ടീരിയ അതിൽ ഉണ്ടാവും. അപ്പോൾ അത് നശിക്കണമെങ്കിൽ നമ്മൾ 20 മിനിറ്റ് തുടർച്ചയായി തിളപ്പിച്ചാൽ മാത്രമേ അത് വെള്ളത്തിൽ നിന്ന് നശിക്കുകയുള്ളൂ. അതിന് തുല്യമായിട്ടുള്ള നമുക്ക് തിളപ്പിക്കാതെ തന്നെ നമുക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ കടത്തിവിട്ടിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈക്കോളി ബാക്ടീരിയ അകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് മഞ്ഞപ്പിത്തം, കോളറ, വയറിളക്കം അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത വളരെ ഏറെയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം വരെ എത്തിനിൽക്കുകയാണ്. അപ്പോൾ ഈ ഈക്കോളി ബാക്ടീരിയയാണ് ഈ അമീബനെയൊക്കെ വളരാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജാഗ്രത മതി, ഭയം വേണ്ട എന്നുള്ളത്. പക്ഷേ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ പറ്റി പറയുമ്പോൾ ഒരു ലേശം ഭയം കൂടി വേണം എന്ന് പറയുന്നതിൽ അതിശയോക്തി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടായിരിക്കും, അമീബിക് മസ്തിഷ്ക ജ്വരം. പക്ഷേ നിങ്ങൾ നോക്കണം, കഴിഞ്ഞ മാസത്തില് 7 മരണങ്ങൾ ഉണ്ടായി. അപ്പൊ എത്ര കേസുകൾ, അതിനേക്കാളൊക്കെ ഉപരി കേസുകൾ. ഇതിന്റെ വേറെ പ്രശ്നം എന്താണ്? 97%, അതായത് ഭയങ്കരമായിട്ടുള്ള അപകട സാധ്യത, മരണസാധ്യത വളരെ ഉയർന്ന ഒരു അസുഖം കൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. സോ ഈ 2023 മുതൽ 2025 വരെ നോക്കുന്ന സമയത്ത് കേസുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ ഒരു സർജ് ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് കേസുകളുടെ എണ്ണം കൂടി. അത് തന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസത്തിൽ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. മരണങ്ങളും വളരെയധികം കൂടി. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു ലേശം ഭയം കൂടി ജാഗ്രതയുടെ കൂടെ വെക്കുന്നതിൽ തെറ്റില്ല. കാരണം നോക്കണം, എങ്ങനെയാണ് കോളിഫോം ബാക്ടീരിയ വരിക? സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യങ്ങൾ കിണറ്റിലെ വെള്ളത്തിൽ മിക്സ് ആയിട്ടാണ് കോളിഫോം ബാക്ടീരിയ വരിക. ഈ കോളിഫോം ബാക്ടീരിയ അമീബയെ കൂടുതൽ വളരെ സഹായിക്കുന്ന സംഭവമാണ്. അപ്പോൾ കോളിഫോം ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇതിനോ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു മെഡിക്കൽ എമർജൻസി എന്ന് പറയേണ്ടി വരും. പ്ലീസ് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ജലസ്രോതസ്, ജലജാഗ്രത ആരും മറക്കരുത്. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന, കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന, മുമ്പ് ഞാൻ കുടിക്കാൻ മാത്രമാണ് പറഞ്ഞിരുന്നത്, കുടിക്കാൻ മാത്രമല്ല കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണ് എന്ന് ഉറപ്പുവരുത്തുക. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം നമ്മൾ എന്തുമാത്രം ശ്രദ്ധയോടെ നല്ല കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ്. എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന് കൂടുതലും 60% മുകളിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ്. അപ്പൊ ഈ കുടിക്കുന്ന വെള്ളം നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യം നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. രോഗം വന്ന് നമ്മൾ ലക്ഷങ്ങൾ മുടക്കുന്നതിനേക്കാൾ നല്ലത് നല്ല ശുദ്ധവെള്ളം നമ്മുടെ ഭവനത്തിൽ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി താഴെ കാണുന്ന ജോയിനുകൾ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.